എല്ലാവർക്കും സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തോ അതല്ലെങ്കിൽ ചായ വയ്ക്കുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. വീട്ടിലുള്ള ചേരുവകൾ വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു സ്നാക്ക് എല്ലാവരും ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊന്നും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ഇന്ന് നമുക്ക് ഇതുപോലെ കറുത്ത പഴം വെച്ച് നല്ലൊരു സ്നാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ സാധാരണ ഇതുപോലെ പഴമൊക്കെ കറുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളും അതുപോലെ തന്നെ വലിയവർക്കൊക്കെ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇങ്ങനെ പഴുത്ത പഴത്തിൽ വിറ്റമിൻസും പൊട്ടാസ്യം ഒക്കെ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു പഴം വെറുതെ കളയേണ്ട ആവശ്യമില്ല. ഇത് വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വലിയൊരു പഴം എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ചെറിയൊരു പഴമാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ ശേഷം ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനത് 2 പഴത്തിന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓരോ പഴത്തിന് 4ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ പഴത്തിലേക്ക് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് അരിയാണ്. ഞാനിവിടെ ഇപ്പോൾ മട്ടേരിയാണ് എടുത്തിരിക്കുന്നത്. മട്ടേരി വേണമെന്നൊന്നുമില്ല, ചോറ് വയ്ക്കുന്ന ഏതരിയും നമുക്ക് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാവുന്നതാണ്. ആദ്യം നമുക്ക് ഈ അരി നന്നായൊന്ന് 1-2 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാം. വെള്ളം തെളിഞ്ഞു വരുന്നവരെയാണ് നമുക്കൊന്ന് കഴുകിയെടുക്കേണ്ടത്. ഞാനിത് ഒരു 3 പ്രാവശ്യം കഴുകിയെടുത്ത ശേഷം സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അരി വറുത്തെടുക്കുന്നതിന് ഇതുപോലെ അടികട്ടിയുള്ള പാത്രം അതല്ലെങ്കിൽ ഒരു ഇരുമ്പ് ചീനിച്ചട്ടിയെ വെക്കാം. ഞാനിവിടെ ഇപ്പോൾ ഇരുമ്പ് ചീനിച്ചട്ടിയിലാണ് അരി വറുത്തെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള 1/2 കപ്പ് അരി ചേർക്കാം. ഇനി എല്ലാ അരിയും ഗോൾഡൻ കളർ ആവുന്നവരെയാണ് വറുത്തെടുക്കേണ്ടത്. വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ നിന്നും വരുന്ന സമയത്തോ അതല്ലെങ്കിൽ ചായയുടെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബനാന ബോളാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ ഇത് വെച്ചിരിക്കുന്നത്. പൊട്ടി വരുന്ന സമയം വരെയാണ് നമുക്കത് ചൂടാക്കി എടുക്കേണ്ടത്. അങ്ങനത്തെ നമ്മുടെ അരിമണികളൊക്കെ വറുത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ഈ സമയത്ത് ഇളക്കി കൊണ്ട് തന്നെ ഇരിക്കണം, എങ്കിലാണ് എല്ലാ ഭാഗത്തും ഒരുപോലെ മൊരിഞ്ഞ് വരികയുള്ളൂ. ഇങ്ങനെ അരിയൊക്കെ പൊട്ടി വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഏലക്ക ചേർക്കാം. ഞാനിവിടെ ഇപ്പോൾ 4 ഏലക്കയാണ് ചേർക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടി ഇതിൻ്റെ ഒപ്പം ചേർത്ത് വറുത്തെടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഈ ഉണ്ട കഴിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കിട്ടുന്നത്. അങ്ങനത്തെ നമ്മുടെ അരിമണിയൊക്കെ നന്നായി വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം തണുക്കാൻ വേണ്ടി വയ്ക്കാം. അങ്ങനത്തെ അരി വറുത്ത് ഞാൻ തണുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നന്നായി തണുത്ത ശേഷം വേണം പൊടിച്ചെടുക്കാൻ. അപ്പോഴേക്കും നമ്മുടെ അരി വറുത്തതെല്ലാം നന്നായി തണുത്തിട്ടുണ്ട്. ഇത് ഞാൻ മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി ഫൈൻ പൗഡറായിട്ടാണ് പൊടിച്ചെടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ അരി വറുത്തമൊക്കെ നന്നായി പൊടിഞ്ഞ് കിട്ടിയെന്നുള്ളത് നോക്കാം. നല്ല ഫൈൻ പൗഡറായിട്ടാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. തുറക്കുമ്പോൾ തന്നെ നല്ല ഏലക്കയുടെ നല്ലൊരു ഫ്ലേവറാണ് വരുന്നത്. ഇനി നമുക്ക് മധുരത്തിന് വേണ്ട ശർക്കരപ്പാനി ഒന്ന് തയ്യാറാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 3/4 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. അതിനുശേഷം ഞാനിതിലേക്ക് 2 അച്ച് വെല്ലമാണ് ചേർത്തിരിക്കുന്നത്. ഓരോരുത്തരും അവരവരുടെ മധുരത്തിനനുസരിച്ചാണ് ശർക്കരയുടെ എണ്ണം തീരുമാനിക്കേണ്ടത്. നമ്മളിതിലേക്ക് ചേർക്കുന്നത് നന്നായി പഴുത്ത പഴമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനും നല്ലൊരു മധുരമുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ ഇപ്പോൾ 2 ശർക്കരയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ശർക്കര മെൽട്ടാവുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ശർക്കര ഒന്ന് പാനിയായി കിട്ടുന്നവരെ തിളപ്പിച്ചെടുത്താൽ മതി. അങ്ങനത്തെ നമ്മുടെ ശർക്കര കംപ്ലീറ്റ് മെൽറ്റായിട്ടുണ്ട്. ഈ ഒരു രീതിയിലാവുന്നവരെ നമുക്ക് തിളപ്പിച്ചെടുത്താൽ മതി. ഒരു നൂൽപ്പരിവൊന്നും ആവുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഉണ്ട തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. ഞാനിവിടെ ഇപ്പം മിൽമയുടെ നെയ്യാണ് എടുത്തിരിക്കുന്നത്. അതിനെന്താ നെയ്യൊക്കെ മെൽറ്റായി വരുന്നുണ്ട്. ഈ സമയത്ത് ഞാനിതിലേക്ക് ഒരു 12 കാഷ്നട്ട് ഒന്ന് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കതൊരു ഗോൾഡൻ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്നട്ട് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ ബനാന ബോൾസൊക്കെ കഴിക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് കടിക്കാനൊക്കെ കിട്ടുന്നത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. കാഷ്നട്ടിൻ്റെ കൂടെ വേണമെങ്കിൽ ബദാമും വാൾനട്ടും അതല്ലെങ്കിൽ കിസ്മിസൊക്കെ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ കാഷ്നട്ട് മാത്രമാണ് ഒരു 12 എണ്ണം ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഞാനിതാ കാഷ്നട്ടൊക്കെ ഒരു ഗോൾഡൻ കളറായി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിത് നെയ്യിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ഈ ചൂടായി കിടക്കുന്ന നെയ്യിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള 2 പഴമാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഈ പഴം നെയ്യിൽ നന്നായി വഴറ്റിയെടുക്കണം. പഴം നല്ല സോഫ്റ്റായി വരും വേണം, അതുപോലെ നന്നായി വെന്ത് കിട്ടുകയും വേണം.
ആ ഒരു രീതിയിലാവുന്നവരെയാണ് നമുക്കത് വേവിച്ചെടുക്കേണ്ടത്. നന്നായി പഴുത്ത പഴമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അതുപോലെ തന്നെ പെട്ടെന്ന് ഇതുപോലെ ഉടഞ്ഞു കിട്ടുന്നതാണ്. അങ്ങനെ നമ്മുടെ പഴമൊക്കെ നന്നായി വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പീരയാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പീരയാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് തേങ്ങാപ്പീരയും അതുപോലെ തന്നെ പഴമായിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. തേങ്ങയും ഇതിൽ കിടന്നിട്ടൊന്ന് വെന്ത് കിട്ടണം. തേങ്ങയിലുള്ള വെള്ളമയമൊക്കെ ഒന്ന് മാറി നന്നായൊന്ന് ചൂടാക്കി എടുക്കുന്ന രീതിയിൽ വേവിച്ചെടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ബനാന ബോൾസ് ചീത്തയായി പോകുന്നതാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ 1 വീക്ക് വരെയൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ തേങ്ങ നന്നായി ചൂടായി കിട്ടുന്നവരെ വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ തേങ്ങയും പഴവും കൂടി നെയ്യിലിട്ട് വഴറ്റിയ ശേഷം ഈ ഒരു രീതിയിലേക്ക് നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്നട്ടാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള അരി വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇതും പഴമായിട്ട് നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ അരിപ്പൊടിയും ചേർത്ത് നന്നായൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കര പാനിയാണ് ചേർക്കേണ്ടത്. ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിലാണ് ഇനി വരട്ടിയെടുക്കേണ്ടത്. ശർക്കരപ്പാനി ചേർക്കുന്ന സമയത്ത് തന്നെ ഒരു നുള്ളു ഉപ്പും കൂടി മിക്സ് ചെയ്യാൻ മറക്കരുത്. എങ്കിലാണ് ആ മധുരം നന്നായൊന്ന് ബാലൻസ് ആവുള്ളൂ. നമുക്ക് ഈ ശർക്കരപ്പാനിയിൽ നന്നായൊന്ന് വിളയിച്ചെടുക്കാം. കംപ്ലീറ്റ് വെള്ളമയം വറ്റി തീരുന്നവരെയാണ് ഇളക്കി യോജിപ്പിക്കേണ്ടത്. പാനിൽ നിന്നും വിട്ട് വരുന്ന ആ ഒരു രീതി ആവുന്നവരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അതിനകത്ത് കംപ്ലീറ്റ് വെള്ളമയം മാറി പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു രീതിയിലേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഉണ്ട പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇളം ചൂടോടുകൂടി തന്നെ നമുക്കത് ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് ഉണ്ട പിടിച്ചിരിക്കുന്നത്. ഉണ്ട പിടിച്ചിരിക്കുന്ന ഓരോന്നും നമുക്ക് ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ടിലൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. അപ്പം നല്ലൊരു അട്രാക്ഷനും ആയിരിക്കും. അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ തേങ്ങ കടിക്കുമ്പോൾ കിട്ടുന്നത്. ഇതുപോലെ ബാക്കിയുള്ളതും ഉണ്ട പിടിക്കട്ടെ. നമ്മുടെ ബനാന ബോൾസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയ സമയത്ത് എനിക്ക് 12 ബോൾസാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വളരെ സോഫ്റ്റാണ്, അതുപോലെ തന്നെ ഹെൽത്തിയാണ്. 1 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ നമ്മളിതിലേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എണ്ണ പലഹാരങ്ങളൊക്കെ കഴിക്കുന്നതൊക്കെ ഒന്ന് ഒഴിവാക്കി ഈ ഒരു രീതിയിൽ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കും അതുപോലെ തന്നെ വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. ഈ ഒരു ബനാന ബോൾസ് നമുക്ക് ഒരാഴ്ച വരെയൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. കുട്ടികളൊക്കെ ഉണ്ടായിരിക്കുന്ന വീട്ടിൽ എന്തായാലും ഇത് പെട്ടെന്ന് തന്നെ തീരുന്നതാണ്. അപ്പോൾ ഇനി പഴമൊക്കെ കറുത്ത് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇനി വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു പഴം കളയാതെ തന്നെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് വളരെ സോഫ്റ്റാണ്. കുട്ടികളും വലിയവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു സ്നാക്ക് എല്ലാവരും ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.